അവരെ സംബന്ധിച്ച് ഞാൻ പറയും ഒരു ലക്ഷം വിസ്ഡം കോയിൻസിന് തുല്യമാണെന്ന് വേണമെങ്കിൽ പറയാം. 1,00,000 വിസ്ഡം കോയിൻസിന് തുല്യമാണ് സ്റ്റേജ് നമ്പർ 1 നിന്ന് സ്റ്റേജ് നമ്പർ 2ലേക്ക്. ഇനി അടുത്തൊരു ഘട്ടം എന്താണ്? ആ ഘട്ടം എന്ന് പറയുന്നത് ഒരു നീണ്ട ഒരു പ്രൊസീജിയറാണ്. അതായത് ആ പറയുന്ന മുള പൊട്ടിയിട്ടുള്ള ആ സീഡ് ഒരു പ്ലാന്റ് ആയി മാറുന്ന ഒരു ഗ്രോത്ത് സ്റ്റേജാണ്, ഒരു ഇവോൾവിങ് സ്റ്റേജാണ്. ആ സമയത്ത് എന്താണ്? ഒരുപാട് മാറ്റങ്ങളിലേക്ക് വരികയാണ്. അതിന് ഒരുപാട് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സിലൂടെ അത് കടന്നു പോവുകയാണ്. സ്റ്റേജ് നമ്പർ 3 എന്ന് പറയുന്നത്, ആ സ്റ്റേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേജ് ഓഫ് മാസ്റ്ററി. അത് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഒന്നാമത്തെ ലെവലിൽ അൺമാനിഫെസ്റ്റഡ് ആയിരിക്കുന്ന സീഡ്, അതായത് ഡിവൈൻ്റെ എല്ലാ പ്രത്യേകതകളും ഉള്ള ആ ഒരു സീഡിൽ പ്രത്യേകമായിട്ട് അതിലേക്കൊന്നും നടക്കുന്നില്ല. രണ്ടാമത്തെ സ്റ്റേജ് ആ ക്ലാരിറ്റി സ്റ്റേജിലോട്ട് കടക്കുമ്പോൾ അതിനകത്ത് കുറേ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ആ മാറ്റങ്ങളെ അത് മനസ്സിലാക്കിയെടുക്കുന്നു. എന്താണ് ആ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഒന്നാം സ്റ്റേജിൽ നിന്ന് ഈ പ്രിൻസിപ്പിൾസ് എങ്ങനെ പ്രവർത്തിക്കുന്നു, അത് സ്റ്റേജ് നമ്പർ 2 ആണ്. അപ്പോൾ സ്റ്റേജ് നമ്പർ 3 എന്താണ്? ഇത് പ്ലാന്റ് ആയി മാറുക, സ്വയം പരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയാണ്. 25 ലക്ഷം കോടി വിസ്ഡം കോയിൻസ് വേണമെങ്കിൽ കൊടുക്കുക. അതിനൊരു തുല്യതയുണ്ട്. 25 ലക്ഷം കോടി വിസ്ഡം കോയിൻസിന് തുല്യമാണ് ഈ മാസ്റ്ററി എന്ന് പറയുന്നത്. ഒരു കുറച്ച് ലോങ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്, ഒരു ലെങ്തി പ്രൊസീജിയറാണ്. അപ്പോൾ പ്ലാന്റ് ആകുന്ന അല്ലെങ്കിൽ അതിനെന്താണ് ശാഖകൾ ഉണ്ടാകുന്നു, അതിന് വേര് പിടിക്കുന്നു, അതിനെന്താണ് ഇലകൾ ഉണ്ടാകുന്നു, അതിന് പല സ്റ്റേജിലെ ഗ്രോത്ത് സ്റ്റേജസ് ആണ്. അതുകൊണ്ട് ഞാൻ പറയാം മാസ്റ്ററി സ്റ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബിഗ് സ്റ്റേജ്.